ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BNB മോട്ടോക്സ്. നമ്മൾ നോക്കാൻ പോകുന്ന ഓൾവേസ് ഹോം എന്ന് പറയുന്ന പുതിയൊരു ഡ്രാമയാണ്. ബാറ്റിൽ ചെറുതായവൻ എന്ന് പറയുന്ന ഡ്രാമ നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല, അതും ഇതിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. വെച്ച് താമസിപ്പിക്കാതെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പുറത്തു നിന്ന് ഇവിടേക്ക് പുതിയതായിട്ട് താമസിക്കാമെന്ന ഹീറോയിൻ്റെ ഫാമിലിയാണ് കാണിക്കുന്നത്. അവളുടെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ട് ഇവിടെ. ഹീറോയിൻ്റെ പേര് ചിൻഹു. അവൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേട്ട് അവൾ പേടിച്ച് പുറയിലേക്ക് മാറുകയാണ്. അതേസമയം തന്നെ അവളുടെ മുകളിലൂടെ പറന്നു പോയൊരു പ്രാവ് അവളുടെ മേത്ത് കാഷ്ടിച്ച് വെക്കുകയാണ്. ഹീറോയിൻ ഇതൊന്നും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താ ശബ്ദം കേട്ടതെന്ന് അറിയാൻ വേണ്ടി. അതേസമയം ആ പന്ത് അവിടേക്ക് അടിച്ചിട്ട് അവൻ അവിടേക്ക് വരികയാണ്. നിന്റെ മേത്ത് പ്രാവ് കാഷ്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹീറോയിൻ അതറിയാതെ അവളുടെ തലയിൽ തൊടുകയാണ്. അവളുടെ കയ്യിലായത് കണ്ടിട്ട് ഇത് വെച്ച് തുടച്ചോളാൻ പറഞ്ഞ് അവനൊരു തുണി കൊടുക്കുകയാണ്. നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലോ, നീ പുതിയതായിട്ട് താമസിക്കാൻ വന്നാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നെയ്ബേഴ്സാണ്, എൻ്റെ വീട് ഇവിടെ ആണെന്ന് പറയുമ്പോൾ ഹീറോയിൻ അതേയൊന്നും ചോദിച്ച് അവളുടെ പേര് പറയാൻ വരുമ്പോഴേക്കും അവൻ അവിടെ ഒന്ന് ഓടിപ്പോവുകയാണ്. ഇതെന്ത് ചെറുക്കനാണെന്ന് ആലോചിച്ച് ഹീറോയിൻ ആ സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് അവിടെ ഒന്ന് പോവുകയാണ്. എൻ്റെ പേര് ചിൻഹു, എനിക്ക് 16 വയസ്സായി, ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞ് എന്നെ കുറച്ച് കാണാൻ പാടില്ല. ഇവിടേക്ക് താമസിക്കാൻ വരുമ്പോൾ തന്നെ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കുറേ അവാർഡ്സൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ചെറുപ്പത്തിൽ നടന്നൊരു സംഭവം കാണിക്കുകയാണ്. ഹീറോയിൻ പുറത്തു പോയി എന്തൊക്കെയോ മത്സരത്തിൽ വിജയിച്ച് അവൾക്കൊന്നും ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. സാർ അവളോട് നിനക്കിപ്പോൾ എന്ത് ഫീൽ ആവുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമാണെന്ന് പറയുകയാണ്. ശരി നിനക്കിപ്പോൾ എന്ത് സർട്ടിഫിക്കറ്റാണ് കിട്ടിയെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഫ്ലവർ ഓഫ് ശിശു എന്ന് പറയുകയാണ്. അത് കേട്ട സ്റ്റുഡൻസ് എല്ലാവരും അവളെ കളിയാക്കിച്ചിരിക്കുകയാണ്. അന്ന് അങ്ങനെ നടന്നേക്കാം, എന്നാൽ ഇനി അങ്ങനെ നടക്കില്ലെന്ന് പറഞ്ഞ ഹീറോയിൻ പുതിയ സ്കൂളായതുകൊണ്ട് തന്നെ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ, അതിനുവേണ്ടി കാണാതെ എഴുതി പഠിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നാൽ സാർ അവളെ ഒന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ, ഇവളുടെ പേര് ചിൻഹു, ഇവൾ പുതിയതായിട്ട് ഇവിടെ പഠിക്കാൻ വന്നിരിക്കുകയാണ്, നിങ്ങളുടെ കൂടെ ആയിരിക്കും ഇനി പഠിക്കുന്നതെന്ന് പറഞ്ഞ് അവളോട് പോയി ഇരിക്കാൻ പറയുകയാണ്. എഴുതിക്കൊണ്ട് വന്നൊക്കെ വെറുതെ ആയാലും എന്നും പറഞ്ഞ് ഹീറോയിൻ അവളുടെ സീറ്റിൽ പോയിരിക്കുകയാണ്. അപ്പോഴാണ് അവൾ പുതിയ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവളുടെ സ്ഥലം എവിടെ, അവളിവിടെ പഠിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. അവൾ പറയുന്ന സ്ഥലമൊന്നും ആർക്കും അറിയില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോ അവിടെ തന്നെ ഉണ്ട്. അവൻ ഇതാണ് സ്ഥലം എന്ന് പറഞ്ഞ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഹീറോയിൻ അവനെ കണ്ടിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ക്ലാസ്സും തുടങ്ങുകയാണ്. ക്ലാസ് തുടങ്ങി സാറ് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഹീറോ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഇത് കണ്ട ഹീറോയിൻ ഇവൻ എന്താ ഈ ചെയ്യുന്നതെന്നും പറഞ്ഞ് അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഹീറോ കണ്ണു തുറക്കുന്നുണ്ടിട്ട് ഹീറോയിൻ മുഖം മാറ്റിക്കുകയാണ്. ഹീറോയിൻ്റെ അടുത്തിരിക്കുന്ന പെണ്ണിൻ്റെ പേര് ശിശി. അവൾ ഹീറോയിൻ എഴുതിക്കൊണ്ട് വന്ന ആ നോട്ടൊക്കെ കാണുകയാണ്. അങ്ങനെ ലഞ്ച് ടൈം ആവുകയാണ്. ഹീറോയിൻ ഇവിടെ കഫറ്റേരിയയിൽ പോയൊന്നും നിങ്ങൾ കഴിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കഫറ്റേരിയ ഇല്ലെന്ന് പറയുകയാണ്. അത് കേട്ട ഹീറോയിൻ അപ്പോൾ ലഞ്ചൊക്കെ ഇവിടെ ചെന്നാണ് മേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ കൂടെ വാന്നും പറഞ്ഞ് അവൾ ഹീറോയിനെ ലഞ്ച് മേടിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോവുകയാണ്. ചിൻഹു അവളോട് നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോ അവിടേക്ക് വന്നിട്ട് ശിശി നീ ഏതായാലും ഫുഡ് മേടിക്കാൻ പോലെ എനിക്ക് സാൻഡ്വിച്ച് മേടിച്ചുകൊണ്ടിട്ട് പറയുകയാണ്. നിനക്ക് പോയി മേടിച്ചൂടെ, എനിക്ക് പ്രാക്ടീസ് ഉണ്ട്, നീ പോയി എനിക്കിവിടെ മറക്കാതെ മേടിച്ചുകൊണ്ട് പറയുമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ വന്ന് പോവുകയാണ്. അവൻ്റെ പേര് ജിങ്ഷി, നമ്മുടെ സ്കൂളിലെ സ്പോർട്സ് കമ്മിറ്റിയിലൊക്കെ ഉണ്ട്, നിനക്ക് അവനെ നേരത്തെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അത്ര വലിയ പരിചയമൊന്നുമില്ല, നീ രാവിലെ മുതൽ ആരോടും മിണ്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് നീ ഒരു ഷൈ ടൈപ്പ് ആയിരിക്കുന്നു. അതൊക്കെ ഇരിക്കട്ടെ, ഈ ഫ്ലവർ ഓഫ് ടിഷ്യൂ എന്ത് ടൈപ്പ് കോമ്പറ്റീഷനാണ്, രാവിലെ ഞാൻ നിൻ്റെ നോട്ടിൽ കണ്ടിരുന്നു, അത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ലോക്കൽ അക്കാഡമിക് കോമ്പറ്റീഷൻ, അതിന് സ്റ്റാർ ഓഫ് ടിഷ്യൂ എന്നും പറയും. ഓ അപ്പോൾ നിങ്ങളുടെ സ്കൂളിലുള്ള എല്ലാ സ്റ്റുഡൻസും നന്നായിട്ട് പഠിക്കുന്നവരല്ലേ, നീയും എക്സാമിനൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനും നന്നായിട്ട് പഠിക്കുന്ന ഹീറോയിൻ പറയുകയാണ്. അപ്പോൾ നീ വേണം എനിക്ക് എക്സാമിന് കാണിച്ചു തരാനെന്ന് പറയുമ്പോൾ ഞാൻ അത്രയ്ക്ക് നന്നായിട്ടൊന്നും പഠിക്കില്ല, എന്തായാലും നാളെ എക്സാമില്ലേ അതിന് നോക്കാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ ഒന്ന് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം എക്സാമും കഴിഞ്ഞ് റിസൾട്ടും വരികയാണ്. ശിശു 44ാമത്തെ റാങ്കും ശിശി 45ാമത്തെ റാങ്കും എടുക്കുകയാണ്. ഹീറോയിനെ നോക്കിയാണ് ശിശി എഴുതിയത്. നീ എൻ്റെ നോക്കി എഴുതിയില്ലായിരുന്നെങ്കിൽ നീ എങ്കിലും വിജയിച്ചേനെന്ന് പറഞ്ഞ് ഹീറോയിൻ സോറി പറയുകയാണ്. അതേസമയം ഹീറോ അവിടേക്ക് വന്നിട്ട് ഇവൾ കുറച്ച് മാർക്കെങ്കിലും കൂടുതലെടുത്ത് നന്നായി, ഇല്ലായിരുന്നു രണ്ടുപേർക്കും ഒരേ മാർക്കാണെന്നും പറഞ്ഞ് അവരെ രണ്ടുപേരും കളിയാക്കുകയാണ്. അതേസമയം അവരെ 3 പേരെ സാറ് വിളിക്കുകയാണ്. സാർ നല്ല ദേഷ്യത്തിൽ ശിശിയുടെ അടുത്ത് അവൾ എഴുതിയെല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ട് നീ അത് തന്നെ നോക്കി എഴുതി വെച്ചല്ലേ. അടുത്ത ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ നിൻ്റെ ചെറിയ ക്ലാസ്സിലെല്ലാം നന്നായിട്ട് പഠിച്ചെന്നാണല്ലോ നിൻ്റെ അമ്മ പറഞ്ഞത്, നിൻ്റെ അമ്മയുടെ നമ്പർ ഇതാ വീട്ടിൽ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്പർ മേടിക്കുകയാണ്. അടുത്തതായി ഹീറോ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവനെ വഴക്ക് പറയാൻ നോക്കിയാൽ നീ ഇപ്പോൾ എഴുതിയ പോലെ എഴുതിയാൽ മതി, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, നീ ഇങ്ങനെ പതിയെ മുന്നേറി വന്നാൽ മതി എന്ന് പറഞ്ഞ് ഹീറോയെ പ്രശംസിക്കുകയാണ്. ഹീറോയും വളരെയധികം സന്തോഷത്തോടെ ഉറപ്പായും സാർ ഞാൻ ഇങ്ങനെ മുന്നേറി വന്നോളാം, ഒരിക്കലും ഞാൻ ലാസ്റ്റിലത്തെ റാങ്ക് എടുക്കില്ല എന്നുള്ള രീതിയിൽ ശിശിയെ കുത്തി പറയുകയാണ്. അടുത്ത സീൻ സ്കൂളൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അമ്മയുടെ അടുത്ത് റിസൾട്ട് കാണിച്ച് സൈൻ മേടിക്കണ്ടേ, അതങ്ങനെ ചെയ്യുമെന്ന് അറിയാതെ ഹീറോയിൻ കരഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അമ്മ ഞാൻ നന്നായിട്ട് പഠിച്ചില്ല, എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മുകളിലിരുന്ന് ഹീറോ ഒക്കെ കാണുന്നുണ്ട്. അവന്മാർ അവിടെ ഇരുന്ന് കാണുന്ന കാര്യം ഹീറോയിൻ അറിയില്ല. അവൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് വരികയാണ്. പെട്ടെന്ന് അവൾ ബാത്റൂമിലേക്ക് കയറി പൈപ്പ് തുറന്ന് അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചില്ല, ഞാൻ തോറ്റുപോയെന്നും പറഞ്ഞ് അവൾ കരഞ്ഞു തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ അമ്മ ഒന്ന് പൈപ്പ് നിർത്തിയിട്ട് നീ തോറ്റ കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞു, നിന്റെ സ്കൂളിൽ നിന്ന് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ ഇങ്ങനെ വെള്ളം വേസ്റ്റ് ആക്കാമെന്നും പറഞ്ഞ് അവളൊന്ന് പോവുകയാണ്. അവളുടെ അമ്മ അവളെ കഴിക്കാൻ വിളിക്കുകയാണ്. ഹീറോയിൻ കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം എക്സാമിന് തോറ്റെന്നും പറഞ്ഞ് നീ ഇങ്ങനെ വെള്ളം വേസ്റ്റ് ചെയ്യരുതെന്നും പറഞ്ഞ് അവളെ കളിയാക്കുകയാണ്. ശരി കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകണം, അവർ വിളിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് അടുത്തുള്ള വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് അത് മറ്റാരും വീടല്ല, ഹീറോയുടെ വീടാണ്. പിന്നെ ഇവനെ ഒന്ന് ഹീറോയിൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ അവളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഹീറോയുടെ അച്ഛനും അവിടേക്ക് ഇരിക്കുകയാണ്. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ജിൻഹുയുടെ അമ്മ ജിൻഷിയിൽ നിന്ന് എൻ്റെ മകൾ എന്തെങ്കിലും പഠിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. പുതിയ സ്ഥലമായതുകൊണ്ട് എൻ്റെ മകൾക്ക് മനസ്സിലാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്,
അതുകൊണ്ടാണ് എക്സാമിന് അവൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കാത്തത്. അത് കേട്ട ഹീറോയുടെ അച്ഛനൊന്ന് ഷോക്കായിട്ട് എൻ്റെ മകൻ നന്നായിട്ട് പഠിക്കുമോ, അവന് സ്പോർട്സിൽ നല്ല കഴിവുണ്ടെന്ന് എനിക്കറിയാം, അല്ലാതെ അവന് പഠിക്കാൻ കഴിവുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നും പറഞ്ഞ് ഹീറോയുടെ ഹീറോയിൻ്റെയും കയ്യിലായിട്ട് ഫ്രൂട്ട്സ് കൊടുത്തു വിട്ടിട്ട് അവർ കട്ട് ചെയ്തുകൊണ്ട് വരാൻ പറയുകയാണ്. കിച്ചണിൽ വന്നോടനെ ഹീറോ നിന്റെ കണ്ണൊക്കെ വീങ്ങിയിരിപ്പുണ്ടല്ലോ, നിനക്ക് മാർക്ക് പറഞ്ഞതിന് കിടന്ന് കരഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ലാന്ന് പറയുന്നതിന് മുൻപ് തന്നെ നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്, എൻട്രൻസിലൊക്കെ എൻ്റെ റാങ്ക് എത്രയാണെന്ന് അറിയാമോ, നിനക്ക് ഏറ്റവും ലാസ്റ്റ് റാങ്കിലായിരുന്നു എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ നീ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചല്ലോ, എന്തായാലും നീ എന്നെക്കാളും നന്നായിട്ട് പഠിക്കും. അതൊക്കെ ഇരിക്കട്ടെ, നീ ശിശയും തമ്മിൽ നല്ല ക്ലോസ് ആണെന്ന് അവൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് എടുത്ത് തിന്നുകൊണ്ട് ചോദിക്കുകയാണ്. അതിനാ നീ അറിയുന്നത്, നീ സ്കൂളിൽ വെച്ച് എന്നെ പരിചയമില്ലാത്തതുപോലല്ലേ പെരുമാറിയത്, ഞാൻ പരിചയമില്ലാത്ത പോലെ പെരുമാറുന്നത് നിനക്കും ഇഷ്ടമെന്നാണ് കരുതിയത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്, നീ ഇത് പറ, നീ ശിശയും തമ്മിൽ നല്ല ക്ലോസ് ആണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ അതേന്ന് പറയുകയാണ്. ഹീറോയ്ക്ക് ആ ശിശയുടെ മേളിൽ ചെറിയൊരു ക്രഷ് ഉണ്ട്. ഇപ്പോൾ അവർ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ഒക്കെ എടുത്തുകൊണ്ട് പേരൻസിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇവിടെ മറ്റൊരു പയ്യനുണ്ട് സാങ്, അവൻ നന്നായിട്ട് പഠിക്കും, അവനോട് ഞാൻ പറഞ്ഞ് ഹീറോയിൻ്റെ ട്യൂഷൻ എടുക്കാൻ പറയാം. ഹീറോയിൻ്റെ അമ്മയും അവനോട് നന്ദി പറയുകയാണ്. പിറ്റേ ദിവസം സ്കൂളിലേക്ക് നല്ല ആടിപ്പാടിയൊക്കെ ഹീറോയിൻ വരുമ്പോൾ അവിടെ മുന്നിലായിട്ട് സാങ് നിൽപ്പുണ്ട്. അവൾ ആകെ ചമ്മി നിൽക്കുകയാണ്. അതേസമയം ഹീറോ അവിടേക്ക് വന്നിട്ട് ഹീറോയിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവളുടെ പേര് ചിന്നുവോ, ഇവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്നതാണ്, ഇവൾ നമ്മുടെ സ്കൂളിൽ തന്നെയാണ്, ഇന്ന് മുതൽ ഇവളും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ സാങ് ഹീറോ എടുത്ത് ഇവൾ കാരണമാണോ നീ ലാസ്റ്റ് റാങ്കിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ഹീറോയും അതേന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അവളെ നോക്കി ചിരിക്കുകയാണ്. ഹീറോയിൻ അവളുടെ നാട്ടിലെ ഒരു ഫുഡാണെന്നും പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും ഒരു ഫുഡ് കഴിക്കാൻ കൊടുക്കുകയാണ്. അത് കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തതുപോലെയാണ് പെരുമാറുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നേക്കെന്ന് പറഞ്ഞ് ഹീറോയിൻ അത് പിടിച്ചു മേടിക്കാൻ ശ്രമിക്കുമ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ കഴിച്ചോളാമെന്ന് പറഞ്ഞ് അവർ മുന്നിലേക്ക് നടക്കുകയാണ്. ഇന്ന് മുതൽ സാങ്ങാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോ താങ്ക് യു ടീച്ചർ എന്ന് പറയുകയാണ്. ഇത് കണ്ട ഹീറോയിനോട് നീ എന്താ നോക്കിയിരിക്കുന്നത്, നീ താങ്ക് യു പറയാൻ പറഞ്ഞ് അവളെ കൊണ്ട് താങ്ക് യു പറയിപ്പിക്കുകയാണ്. എൻ്റെ അനിയനൊരു അനുസരണ ഇല്ലല്ലേ എന്ന് പറഞ്ഞ് ഹീറോ മുന്നിലേക്ക് പോവുകയാണ്. ആരാണ് നിൻ്റെ അനിയനെന്ന് ചോദിച്ച് ഹീറോയിൻ അവനെ തല്ലാൻ വേണ്ടി പുറകെ ചെല്ലുകയാണ്. അടുത്ത സീനിൽ അവരെല്ലാവരും സ്കൂളിലേക്ക് എത്തുകയാണ്. ശിശിയും അവരുടെ കൂടെ തന്നെ ഉണ്ട്. ശിശിയും സാങ്ങും ചെറിയ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാണ്. ശിശി വീട്ടിൽ നിന്ന് കുക്കീസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവർക്ക് കൊടുക്കുകയാണ്. എന്നാൽ സാങ് മാത്രം ഞാൻ നേരത്തെ കഴിച്ചതാണെന്നും പറഞ്ഞ് അവിടെ ഒന്ന് പോവുകയാണ്. ശിശിക്ക് സാങ്ങിനോടാണ് ചെറിയൊരു ഇഷ്ടമുള്ളത്. ഇത് കണ്ട ഹീറോയിൻ അവൻ എന്താ വഴി പോകുന്നത്, അവൻ നമ്മളെപ്പോലെ സാധാരണ സ്റ്റുഡൻ്റ് ഒന്നുമില്ല, ഇന്റർനാഷണൽ പ്രോഗ്രാമിലുണ്ട്, അവൻ്റെ ബിൽഡിംഗ് തന്നെ അവിടെയാണെന്നും പറഞ്ഞ് ഹീറോയിന് കാണിച്ചു കൊടുക്കുകയാണ്. മാക്സിൻ്റെ കമ്പൈൻ ക്ലാസ് എത്രയും പെട്ടെന്ന് വാന്നും പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുകയാണ്. ഹീറോ എന്തിനാ ഈ കമ്പൈൻ ക്ലാസ് വെക്കുന്നത്, ഒരുത്തം മാത്രം എനിക്കറിയാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഹീറോയിന് ഇത് മനസ്സിലായില്ല. നീ ക്ലാസ്സിലോട്ട് വരുമല്ലേ അപ്പോൾ നിനക്ക് മനസ്സിലാവുമെന്ന് പറയുമ്പോൾ ഹീറോ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറുക്കൻ എനിക്കറിയാമെന്നും പറഞ്ഞ് കൈ പൊക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ട ഹീറോ ഞാൻ പറഞ്ഞില്ലേ ഇവനാണെന്നും പറഞ്ഞ് ഹീറോയിനെ സിഗ്നൽ കൊടുക്കുകയാണ്. അത് കണ്ട ഹീറോയിൻ ചിരിക്കുകയാണ്. ഇത് കണ്ട സാറ് എന്താ ഹുവായി നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാൻ പറയുകയാണ്. ഹീറോയിനും വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. എന്നാൽ ഹീറോയിൻ്റെ വേർഡ്സിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ തെറ്റായതുകൊണ്ട് തന്നെ ആ സ്റ്റുഡൻസ് എല്ലാവരും ഹീറോയിനെ കളിയാക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഗെയിം സെൻ്ററാണ് വായിക്കുന്നത്. ഹീറോ അവിടെ നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഘം അവിടേക്ക് വരികയാണ്. ഇത് നീ പഠിക്കാമെന്നല്ലേ പറഞ്ഞത്, നമുക്ക് അവൾക്കും പറഞ്ഞു കൊടുക്കണ്ടേ വാ എന്നും പറഞ്ഞ് ഹീറോയെ വിളിക്കുമ്പോൾ എനിക്ക് ട്രെയിനിങ് ഉണ്ട്, നീ അവൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുക, അത് കഴിഞ്ഞ് ഞാൻ വന്നോളാം എന്നും പറഞ്ഞ് അവനെ അവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഹീറോയിൻ ഇന്ന് അവളുടെ പ്രൊണൗൺസിയേഷൻ തെറ്റായതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എല്ലാവരും കളിയാക്കിയില്ലേ, അതുകൊണ്ട് അവൾ തനിയെ ഹെഡ്സെറ്റൊക്കെ വെച്ചിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സാങ് അവളെ വിളിക്കുന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചതുകൊണ്ട് തന്നെ കേൾക്കുന്നില്ല. സാങ്ങിൻ്റെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസും ഹീറോയിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ തെറ്റാണെന്നും പറഞ്ഞ് അവളെ കളിയാക്കുന്ന അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അവൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് അവന് അവളെക്കുറിച്ചൊരു മതിപ്പ് വരികയാണ്. അവൻ ഹീറോയിൻ്റെ അടുത്ത് നിന്ന് വിളിക്കുമ്പോഴാണ് അവൻ വന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നത്. അവർ രണ്ടുപേരും പഠിക്കാൻ വേണ്ടി മുകളിലേക്ക് പോവുകയാണ്. ഈ ടേപ്പ് ഉപയോഗിക്കും, നിനക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അവൻ കുറച്ച് ടേപ്പ് അവൾക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം മാത്സ് ഒക്കെ പഠിക്കുകയാണ്. പിറ്റേ ദിവസം സ്കൂളിൽ വെച്ച് അവൾ ഹോംവർക്ക് ചെയ്ത് ബുക്ക് എടുത്ത് നോക്കുമ്പോഴാണ് സാങ്ങിൻ്റെ ബുക്കും അവളുടെ കയ്യിലാണ്. ഇത് ഞാൻ സാങ്ങിന് കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ അവിടെ ഒന്ന് ഓടുകയാണ്. ഇവിടെ ശിശിക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം ഇവിടെ സാങ് അവൻ്റെ സാറിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ആ കോമ്പറ്റീഷന് പോകുന്നില്ലെന്ന് അവൻ്റെ സാറിൻ്റെ അടുത്ത് പറയുകയാണ്. മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഏറ്റവും കഴിവുള്ളവരെ മാത്രമേ അവിടേക്ക് അയക്കൂ, ഉറപ്പായും ഞാൻ നിന്നെ മാത്രമേ അയക്കൂ, നീ അത്രയ്ക്ക് കഴിവുള്ളവരാണ്, നീ ഉറപ്പായും അവിടേക്ക് പോകണമെന്ന് എൻ്റെ സാറ് പറയുകയാണ്. അതേസമയം ഹീറോയിൻ സാങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. അവൾ സാങ്ങിൻ്റെ ക്ലാസ്സല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആരും അവളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതേസമയം സാങ് തന്നെ അവിടേക്ക് വരികയാണ്. നിൻ്റെ നോട്ട്ബുക്ക് ഞാൻ അറിയാതെ എടുത്താണെന്ന് പറഞ്ഞ് അവൾ തിരിച്ചു കൊടുക്കുകയാണ്. അതേസമയം മറ്റൊരു സ്റ്റുഡൻറ്റ് അവിടേക്ക് വന്നിട്ട് നീ മാത്സ് കോമ്പറ്റീഷന് പോകുന്നില്ലെന്ന് കേട്ടല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പോകുന്നില്ലെന്ന് പറയുന്നതിന് മുൻപ് തന്നെ നീ പോയില്ലെങ്കിൽ ഞാൻ പൊക്കോളാമെന്നും പറഞ്ഞ് അവൾ അവിടെ ഒന്ന് പോവുകയാണ്. ഇത് കേട്ട ഹീറോയിനെ എന്തോ പോലെ തോന്നുകയാണ്. നീ എന്താ പറയാൻ വന്നതെന്ന് അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇന്ന് അരമണിക്കൂർ എക്സ്ട്രാ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊക്കോളാൻ പറയുകയാണ്. കുഴപ്പമില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ ഒന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ഹീറോയിൻ ബാത്റൂമിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ അവൾ അകത്തുള്ള കാര്യം അറിയാതെ രണ്ട് ഗേൾസ് അവളെക്കുറിച്ച് പറയുകയാണ്. ഇന്ന് ആ പുതിയതായിട്ട് വന്ന സ്റ്റുഡൻറ്റിലെ സാങ്ങിനെ കാണാൻ വേണ്ടി പോയി, അവളത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, എങ്കിലല്ലേ സാങ്ങും അവളും തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. അകത്ത് മാത്രമല്ല പുറത്ത് നല്ല സ്മെല്ലുണ്ടല്ലോ, ഇവിടെ നിന്ന് സംസാരിക്കുന്നവരുടെ കുഴപ്പമാണെന്നും പറഞ്ഞ് ഹീറോ അവിടേക്ക് വരികയാണ്. നീ മര്യാദയ്ക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാവും, വലിയ പ്രശ്നമാവാനാണ് ഞാനും കാത്തിരിക്കുന്നത്. ഹീറോയിൻ എൻ്റെ ഫ്രണ്ടാണ്, ഇനി അവളെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ നിങ്ങൾ ഞാൻ വെറുതെ വിടില്ലെന്ന് ഹീറോ പറയുകയാണ്. നിന്നൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, നിനക്ക് എത്രയ്ക്ക് അഹങ്കാരമോ, നിൻ്റെ ക്ലാസ്സിലുള്ള ഗേൾസിനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ, ഇല്ലെങ്കിൽ നീ ആയിരിക്കും സോക്കർ ഗെയിമിൽ അനുഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവനെ ഒന്ന് പേടിപ്പിക്കണം. അവനും പേടിച്ചതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവിടെ ഒന്ന് പോവുകയാണ്. ഹീറോയിൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ഇവിടെ പറഞ്ഞൊക്കെ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളും അതേ എന്ന് പറയുകയാണ്. നീ അകത്തിരുന്ന് കരയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത്ര പെട്ടെന്നൊന്നും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരില്ലെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ സാങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എക്സാം പേപ്പർ തന്നത് നോക്കാൻ വൈകിയതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്, എന്തായാലും നിനക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഹീറോയിൻ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഹീറോയിൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ അമ്മ അവിടെ ഇല്ല. അവളുടെ അമ്മ വിളിച്ചിട്ട് സാങ്ങിൻ്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ പറയുകയാണ്. എന്നാൽ ഹീറോയിൻ അവിടെ ഇട്ടൊന്നും പോകാതെ ഫ്രിഡ്ജിൽ ഇരുന്ന് എന്തോ എടുത്ത് കഴിക്കുകയാണ്. അടുത്ത് അയാളുടെ അച്ഛൻ വിളിക്കുകയാണ്.
വിളിക്കുകയാണ്. അവളുടെ അച്ഛൻ വിളിച്ചിട്ട് നിനക്ക് എങ്ങനെയുണ്ട്, കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവളും കഴിച്ചെന്നൊക്കെ പറയുകയാണ്. പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സ്കൂളൊക്കെ നല്ലതാണ്, എല്ലാവരും എന്നോട് ഫ്രണ്ട്ലിയാണ്, എനിക്ക് ഹോംവർക്ക് എഴുതാനുണ്ടെന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് കട്ടാക്കുകയാണ്. അടുത്തതായി സാങ്ങിൻ്റെ അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു എന്നും പറഞ്ഞ് ഹീറോയിന് മെസ്സേജ് അയക്കുകയാണ്. എന്നാൽ അവൾ എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചു എന്നും പറഞ്ഞ് റിപ്ലൈ കൊടുക്കുകയാണ്. എന്തോ പ്രശ്നമുണ്ടെന്ന് അവനും മനസ്സിലായി. അടുത്തതായി ഹീറോയിൻ ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹീറോ അവളെ വിളിക്കുകയാണ്. നീ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അവൾ വീട്ടിലാന്ന് പറയുകയാണ്. നീ എന്നോട് വെറുതെ കള്ളം പറയണ്ട, വീട്ടിലെ ലൈറ്റ് പോലും ഇട്ടിട്ടില്ലല്ലോ. ശരി നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ സാങ്ങിനെ വിളിച്ച് പോകാൻ പറഞ്ഞു, നീ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഒരു മൂഡ് ഓഫ് ആണെന്ന്, നിനക്ക് എന്തെങ്കിലും പറ്റിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഇന്ന് നടന്ന സംഭവം കൊണ്ട് ജീവിതം മടുത്ത് ഞാൻ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ മണ്ട നിൽക്കുക, ഇവിടെ വന്നെടുത്ത് ചാടിയാലോ എന്ന് ആലോചിക്കുന്നത്. ചാടില്ല, ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ആളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഹീറോ അവിടേക്ക് ഇരിക്കുകയാണ്. 4 റൗണ്ട് ഓടിയപ്പോഴത്തേക്ക് നീ അടച്ചു പോയോ, നിനക്ക് ഒട്ടും സ്റ്റാമിന ഇല്ലെന്നും ചോദിച്ചാൽ അവളെ കളിയാക്കുകയാണ്. ഇന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വളരെയധികം നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനോട് നന്ദി പറയുകയാണ്. നീ എൻ്റെ ചെറിയ സഹോദരനല്ലേ, നീ എന്തിനാ എന്നോട് ഇങ്ങനെ നന്ദി പറയുന്നത്, എന്ന് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുമെന്ന് പറയുമ്പോൾ ഹീറോയിൻ്റെ വയറ്റിൽ നിന്ന് സൗണ്ട് കേൾക്കുകയാണ്. നീ കഴിച്ചായിരുന്നു അവൻ ചോദിക്കുമ്പോൾ അവൾ കഴിച്ചു എന്ന് കള്ളം പറയുകയാണ്. ശരി എന്തെങ്കിലും ആവട്ടെ, നിനക്ക് ഞാൻ നല്ലൊരു സ്ഥലം കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഹീറോ അവളെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടി പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയ ഡ്രാമ എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ ഫ്രണ്ട്സ്.